Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ജ്വല്ലറി ഹോൾ ആണ്. ഇന്ന് ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വൗ ലിപ്സ്റ്റിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക് കളക്ഷന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഷെയ്ഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മയൂഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസുകളാണ് കാണിച്ചു തരുന്നത്. ഞാൻ അവിടെ നെക്ലസുകൾ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം കുറേ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് നെക്ലസുകളാണ്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു നെക്ലസ്സാണ്. ഒരു വെറൈറ്റി മോഡൽ നെക്ലസ് ആട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ 3 ഹൂപ്സ് ഉണ്ട് ഇവിടെ. ഇതിനാണെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ 2 പിങ്ക് സ്റ്റോൺസ്, പിന്നെ ഒരു വൈറ്റ് സ്റ്റോണും ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഇവിടെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും വരുന്നുണ്ട്. ഒരു വെറൈറ്റി മോഡൽ നെക്ലസ് ആട്ടോ അത്. ഞാൻ റോസ് ഗോൾഡ് ഷെയ്ഡാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെക്ലസുകളാണ് അത്യാവശ്യം കുറേ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് നെക്ലസുകളാട്ടോ. പിന്നെ നമ്മളത് നന്നായി കെയർ ചെയ്യണം. ബോഡി ലോഷൻ, സൺസ്ക്രീൻ, പെർഫ്യൂം, ഹെയർ സ്പ്രേ, പിന്നെ ബാത്ത് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ജ്വല്ലറി നമ്മൾ അഴിച്ചു വെക്കണം കേട്ടോ. കാരണം ഇതിലുള്ള എന്തെങ്കിലും കെമിക്കൽസൊക്കെ ജ്വല്ലറിയിൽ തട്ടിയാൽ കളർ ഫെയ്ഡ് ആവും. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ് ഡ്രൈ ക്ലോത്തും കൊണ്ട് വൈപ്പ് ചെയ്തിട്ട് ഒരു സീൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ജ്വല്ലറി ബോക്സിലോ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെയർ ചെയ്താൽ അത്യാവശ്യം കുറേ ലാസ്റ്റ് ചെയ്യും. ഈ ഒരു നെക്ലസിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് ആൻഡ് സിൽവർ ഷെയ്ഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 491 റുപ്പീസിനാണ്. അടുത്തത് ഈ റോസ് ഗോൾഡ് പെൻഡൻ നെക്ലസ് ആണ്. ഫിനിഷിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാട്ടോ. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ 3 വലിയ സ്റ്റോൺസ് വരുന്നുണ്ട്. അതിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ 3 ഹൂപ്സ് ഉണ്ട്. ഞാൻ റോസ് ഗോൾഡ് ഷെയ്ഡാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സിൽവർ ആൻഡ് ഗോൾഡൻ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്ത് 379 റുപ്പീസിനാണ്. അടുത്ത എൻ്റെ ഫേവററ്റ് മോഡലായിട്ടുള്ള നെക്ലസ് ആണ്. ഇതിലിങ്ങനെ കുഞ്ഞ് സ്റ്റോൺസ് ആണ് വരുന്നത്. 5 സ്റ്റോൺസ് വരുന്നുണ്ട്. റോസ് ഗോൾഡ് ഷെയ്ഡാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആട്ടോ അത്. ആൻഡ് ഇതിനും അഡ്ജസ്റ്റ് ചെയ്യാൻ 3 ഹൂപ്സ് ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 749 റുപ്പീസ്. അടുത്തത് ഇൻഫിനിറ്റിയുടെ ഈ ഒരു ലോക്കറ്റ് വരുന്ന നെക്ലസ് ആണ്. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ 3 ഹൂപ്സ് ഉണ്ട്. ഇതിലാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സ്റ്റോണും വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ്. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 323 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ലെയർഡ് നെക്ലസ് ആണ്. 2 ലെയർ ആട്ടോ വരുന്നത്. ഇതിലാണെങ്കിൽ ഒരു കുഞ്ഞ് വൈറ്റ് സ്റ്റോണ്, പിന്നെ ഇതിൽ താഴെയാണെങ്കിൽ വലിയ ഗ്രീൻ സ്റ്റോണാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ്. ഗോൾഡൻ ഷെയ്ഡാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 3 ഹൂപ്സ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാനത് പർച്ചേസ് ചെയ്തത് 474 റുപ്പീസിനാണ്. ഇതിൻ്റെയും വേറെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ, സിൽവർ ആൻഡ് റോസ് ഗോൾഡ് ഷെയ്ഡ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാണ്ടിരിക്കാൻ നമ്മൾ സീൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ ജ്വല്ലറി ബോക്സിൽ സ്റ്റോർ ചെയ്യാൻ. പിന്നെ ഓരോ ജ്വല്ലറീസും സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ സ്റ്റോർ ചെയ്യാൻ. എസ്പെഷ്യലി ചെയിൻ വരുന്ന ടൈപ്പ് ജ്വല്ലറീസിലെ നെക്ലസ്, ബ്രേസ്ലെറ്റ്, ആംഗ്ലെറ്റ് ഒക്കെ, അതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞ് പ്ലാസ്റ്റിക് ബാഗിൽ സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ സ്റ്റോർ ചെയ്യാൻ. 2 എണ്ണമൊക്കെ ഒരുമിച്ച് ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കെട്ടുവരും കേട്ടോ. പിന്നെ അത് അഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ നെക്ലസും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ കുഞ്ഞ് പ്ലാസ്റ്റിക് ബാഗൊക്കെ കിട്ടും. ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് ഈ ഒരു ഗോൾഡൻ നെക്ലസ് ആണ്. ഇതിലാണെങ്കിൽ ഈ പിങ്ക് കളറിൽ സ്റ്റോൺ വരുന്നുണ്ട് ഹാർട്ട് ഷേപ്പിൽ. പിന്നെ ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണിൽ ഹാർട്ട് ഷേപ്പ് ഉണ്ട്.
അഡ്ജസ്റ്റ് ചെയ്യാൻ 3 ഹൂപ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ റോസ് ഗോൾഡ് ഷെയ്ഡ് ഞാൻ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ വട്ടം വേറെ ആയിട്ടുണ്ടായിരുന്നു, ഇതുവരെ കളർ ഫെയ്ഡ് ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ സിൽവർ ഷെയ്ഡും അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 449 റുപ്പീസ് ആണ്. ഇതാണ് നമ്മുടെ ചെറിയ ജ്വല്ലറി ഹോൾ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ നെക്ലസിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.